1987 ഡോക്ടർ രാജശേഖരൻ്റെയും എഞ്ചിനീയർ സത്യഭാമയുടെയും ഏകപുത്രിയായി ജനിച്ചു. നാലാം ക്ലാസ് വരെ നാട്ടിൻപുറത്തെ മുത്തശ്ശിക്കൊപ്പം, അത് കഴിഞ്ഞ് ഡാഡിക്കും മമ്മിക്കുമൊപ്പം പട്ടണത്തിലേക്ക്. എൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്താൻ അങ്കിളുടെയും ആൻറ്റിയുടെയും മേൽനോട്ടത്തിൽ 5 പേരെ ചുമതലപ്പെടുത്തി. പാടാനും നൃത്തം ചെയ്യാനും അറിഞ്ഞുകൂടാത്ത എന്നെ അതെല്ലാം പഠിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയോടെ മറ്റൊരു സാർ, എണ്ണക്കുടം നാണുക്കുട്ടൻ. എന്റെ ടീച്ചർമാരെ പരിചയപ്പെടണ്ടേ? ഞാൻ ഡാൻസർ എണ്ണക്കുടം നാണുക്കുട്ടൻ കുന്തപ്ലാങ്കടത്തോ. ചിട്ടയായ ഭക്ഷണശീലത്തിലൂടെ ആരോഗ്യവതിയായ പ്രഭയെ വാർത്തെടുക്കുന്നതാണ് ന്യൂട്രീഷനായി എന്റെ കർത്തവ്യം. ആ കുട്ടിക്ക് ഡിസിപ്ലിൻ വളരെ കുറവാ. മര്യാദ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മിമിക്രി മുതൽ ഐക്യു വരെ പഠിപ്പിച്ച് പ്രഭയെ ഞാനൊരു സകലകലാ വല്ലഭയാക്കും. ഇടം വലം നിന്ന് എന്നെ നല്ല കുട്ടിയായി മെരുക്കിയെടുക്കാനാണ് ഡാഡിയും മമ്മിയും അങ്കിളിനെയും ആൻറ്റിയും ചുമതലപ്പെടുത്തിയിട്ട് ദുബായിലേക്ക് വിമാനം കയറിയത്. എൻ്റെ അവസ്ഥ ഏതാണ്ട് കൊലകൊല്ലിയെ പോലെയായിരുന്നു. 4:30 മണിക്ക് ചെവി തുളയ്ക്കുന്ന അലാറത്തോടെ എൻ്റെ ദിവസം ആരംഭിക്കും. നമസ്കാരം. സാറിരിക്കെ, അവളിപ്പോ വരും. എഴുന്നേക്ക്, നീ ഇതുവരെ എണീറ്റില്ലേ? 7:30 ഡാൻസ് ക്ലാസ് ഉള്ള കാര്യം അറിയാത്തതുപോലെ. സാറ് താഴെയുണ്ട്, ഒന്ന് ചെല്ല്. ഇത്തവണ കലോത്സവത്തിനെ നിനക്ക് ഭരതനാട്യത്തിന് A ഗ്രേഡ് മേടിച്ചു തരാന്നേ സാർ ഉറപ്പ് പറഞ്ഞിരിക്കുക. വേഗം ചെല്ലങ്ങോട്ട്. കുന്തപ്ലാങ്കടത്തോ. പ്രഭയുടെ ഇളയമ്മ നൃത്തം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഹായ്, പഠിക്കണമായിരുന്നു. ചലനങ്ങളിൽ നൃത്തത്തിന്റെ താളമുണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയും ആവാലോ. ഈ പ്രായത്തിലോ? നൃത്തത്തിന് പ്രായം ഒരു പ്രശ്നമല്ല കുട്ടിയെ. തക ജിമ്മി തക ചെണ്ണു തക ജിമ്മി കുന്തപ്ലാങ്കിടത്തോ. തക 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 ജിമ്മി തക ചെണ്ണു തക ജിമ്മി തക ചെണ്ണു തക ജിമ്മി തക ചെണ്ണു കുന്തപ്ലാങ്കിടത്തോ. തക 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 ത. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് തലാരിപ്പും ജതിസ്വരവും പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു പാഠം പഠിക്കുന്നു. തോടയം. കോട്ടയല്ല കുട്ടിയെ, തോടയം. ഹലോ, ചേട്ടനാന്നോ? അവള് നാളെ ഡാൻസ് പഠിച്ചോണ്ടിരിക്കുകയെന്നേ. പിന്നെ അവളെ ഡാൻസ് പഠിപ്പിക്കുന്ന എണ്ണക്കുടി നാരായണൻ കുട്ടിയാ, മറ്റേ തത്താങ്കിടത്തോ. ഉറപ്പായിട്ട് നോക്കി കലോത്സവത്തിൽ തോണ A ഗ്രേഡ് കിട്ടും. കുന്തപ്ലാങ്കടത്തോ കുന്തപ്ലാങ്കടത്തോ കുന്തപ്ലാങ്കടത്തോ. കുന്തപ്ലാങ്കടത്തോ കുന്തപ്ലാങ്കടത്തോ കുന്തപ്ലാങ്കടത്തോ. എന്താ കുട്ടിയെ? എനിക്കെങ്ങും വയ്യ. അയ്യോ, പിന്നെ അവക്ക് ഭയങ്കര ഗ്രാസ്പിംഗ് പറയല്ലോ. പഠിപ്പിച്ചു കൊടുക്കുന്നേക്കൾ അച്ഛനായിട്ട് പഠിക്കുന്നുണ്ടെന്നേ. എന്താ കുട്ടിയെ താളം ചവിട്ടാത്തെ? എനിക്കെങ്ങും വയ്യെന്ന് പറഞ്ഞു. എന്താ ഇത്? പറഞ്ഞ അനുസരിക്കില്ല.
ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തൊരു ശബ്ദം കേട്ടു. എന്തോ ശബ്ദം. കടി കിട്ടിയപ്പോ എന്റെ ചൂടും പിഴച്ചിരിക്കണു. കുന്തപ്ലാങ്കെടുത്തോ. എന്നതാണോ എന്നതാ ഇവിടെ ഒരു ബഹളം? കുഞ്ഞുകടി കുന്തപ്ലാങ്കെടുത്തോ. എന്തോന്നാ? എനിക്ക് ആ കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല. എന്താ പ്രശ്നം? അനുസരണ ഇല്ല, അത്ര തന്നെ. എന്നിട്ട് അവളോട് പറഞ്ഞാ കേക്കില്ല. ഒന്നും പറഞ്ഞാ കേക്കില്ല, അത്ര തന്നെ. മാസ്റ്റർ പഠിക്കാൻ മേലേ. തുള്ളിക്കേ തുള്ളിക്കേ. പഠിപ്പിക്കണോ പഠിപ്പിക്കണോ? കുന്തപ്ലാങ്കെടുത്തോ കുന്തപ്ലാങ്കെടുത്തോ കുന്തപ്ലാങ്കെടുത്തോ. താറ്റിങ്ങി തകജണു താ. സമയമില്ല, തീരെ സമയമില്ല. ഇനി 17 കുട്ടികളെ കൂടി പഠിപ്പിച്ച് സകലകല വല്ലഭന്മാരാക്കിയിട്ട് ഞാൻ അടങ്ങൂ. കുട്ടി വരൂ. മോളവിടെ? ദേ മാഷിന്റെ കയ്യിലല്ലേ. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവളിപ്പോ പഠിത്തത്തിലും ആർട്സിലും സ്പോർട്സിലും ഒക്കെ തീരെ പുറകില്ല. അത് ശരി. എന്നാ സബ്ജക്ട് അവസാനം പഠിപ്പിക്കാം. ആദ്യം മ്യൂസിക് പഠിപ്പിക്കാം. എന്താ? വാ തുടങ്ങാം. ചെറിയമ്മേ വിശക്കുന്നു. ചെറിയമ്മേ ആഹാ, ട്യൂഷനൊന്ന് നേരത്തെ കഴിഞ്ഞോ? വിശക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിക്ക്. ഈ 2 ബിസ്ക്കറ്റ് തിന്നാ എങ്ങനെ വിശപ്പ് തീരാനാ? മതി, വളരെ ലിമിറ്റ് ചെയ്ത് ആഹാരം കഴിച്ചാ മതി. കണ്ടാളേച്ച എന്തുവാ? പ്രഭമോൾക്ക് വിശന്നിട്ട് വയ്യ. ചെറിയമ്മ കൊണ്ട് വച്ചിരിക്കുന്നുണ്ടോ 2 ഉണക്ക ബിസ്ക്കറ്റും പാലും. എന്തു പാടില്ലേ? കൊച്ചു വശന്ന് തളർന്നു വന്നിരിക്കല്ലോ. 2 ബിസ്ക്കറ്റ് ആണോ തിന്നാൻ കൊടുക്കുന്നത്? ന്യൂട്രീഷൻ പ്രത്യേകം പറഞ്ഞതാ. ഇവളുടെ ആഹാര കാര്യത്തിൽ ഒരു കൺട്രോൾ വേണം. എന്തോന്ന് കൺട്രോൾ? തിന്നുന്ന പ്രായത്തിലേ തിന്നാൻ പറ്റുള്ളൂ. മോള് ധൈര്യമായിട്ടിരുന്നു. മോക്ക് ഇഷ്ടമുള്ള ആഹാരം എല്ലാം ഇളയച്ചൻ കൊണ്ടുതരാം. ഓക്കെ? മോള് ധൈര്യമായിട്ടിരുന്ന് കഴിച്ചോ. ഇളയച്ചൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. ഒരെണ്ണം പോലും ഇളയമ്മയ്ക്ക് കൊടുക്കരുത് കേട്ടോ. കഴിക്ക് എല്ലാം കൂടെ. എന്താ ഇത്? ചോദിച്ച കേട്ടില്ലേ? ഈ നിരത്തി വെച്ചിരിക്കുന്ന എന്താന്ന്? ഇത് ജിലേബി, ഇത് അലുവ, ഇത് ലഡു, ഇത് ബിസ്ക്കറ്റ്, ഇത് പാല്. ഒരു ന്യൂട്രീഷന് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലേ? ഞാൻ എഴുതി തന്നല്ലേ കുട്ടി, ഇത്ര ആഹാരങ്ങളെ കഴിക്കാൻ പാടുള്ളൂന്ന്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് ഇത്ര മതി, അലുവ ഇത്ര മതി, ലഡു ദാ ഇത്രയും മതി, ജിലേബി ദാ ഇത്ര, പാല് ദാ ഇത്ര മതി. ദാ കഴിക്ക്. പ്രോഗ്രസ് കാർഡ് കയ്യിലോട്ട് കിട്ടിയപ്പോഴേ സത്യത്തെ ഞെട്ടിപ്പോയി. എല്ലാ വിഷയത്തിനും 85% മാർക്ക്. അത് പോരാ, 100-ൽ 100% മാർക്ക് വേണം. അതിനുവേണ്ടിയാ സർവ്വവിജ്ഞാന കോശമായി തന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? താനെന്താ പറഞ്ഞു ഇത്തവണത്തെ കലോത്സവത്തെ ഡാൻസിന് A ഗ്രേഡ് കിട്ടുമെന്ന്? എന്നിട്ടൊന്നുണ്ടായി? കുന്തപ്ലാങ്കെടുത്തോ. കുന്തപ്ലാങ്കെടുത്തോ? എടോ, A ഗ്രേഡ് പോയിട്ട് E ഗ്രേഡ് പോലും അവർക്ക് കിട്ടിയില്ലല്ലോ. കുന്തപ്ലാങ്കെടുത്തോ. ഒന്ന് നിർത്തണോ? ആകെയുള്ള ഒരു ആശ്വാസം ഈ നിൽക്കുന്ന ന്യൂട്രീഷനാ. ഡയറ്റ് കൺട്രോൾ കാരണം എനിക്ക് കേക്കിന് ലഡുവിനും ജിലേബിക്കും ഒന്നും വേണ്ടി പൈസ കളയേണ്ടി വന്നില്ല. മിടുക്കി. സാർ, എനിക്കും ഒരു കുന്തപ്ലാങ്കെടുത്തവും പറയാനുണ്ട്. എന്തോന്ന്? ഒരു പരാതി പറയാനുണ്ടെന്ന്. എന്ത്? ആ കുട്ടിക്ക് ശരി അഹങ്കാരം ഉണ്ടോന്നൊരു സംശയം. നാണുക്കുട്ട സാർ പറഞ്ഞ് കറക്റ്റാ. കുട്ടിക്ക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ് തീരെയില്ല. ഞാൻ ഈ പരാതി പലതവണ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാ. എന്നെ പ്രഭുക്കുട്ടി പലതവണ കോക്കറി കാണിച്ചിട്ടുണ്ട്. എന്തോന്ന് കോക്കറി കാണിച്ചിട്ടുണ്ട് പോലും? കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ എന്റെ മാഷ നിങ്ങളുടെ അവസ്ഥ. നോക്കട്ടെ, ഇനി അവളെ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കാൻ കൂടി ഒരു മാഷ ഞാൻ അപ്പോയിന്റ് ചെയ്യാം.
അയ്യോ രക്ഷിക്കണേ, എന്റെ വീട്. ഇപ്പോഴും ഇവരൊക്കെ ഈ പ്രഭാവതിയെ പിടികൂടാൻ പുറകെ ഓടുന്നുണ്ട്. മമ്മിയുടെയും ഡാഡിയുടെയും മനസ്സിലുള്ള മകളായി വാർത്തെടുക്കാൻ. എന്തായാലും ഇന്ന് എനിക്ക് സന്തോഷം തോന്നുന്ന ദിവസമാ. എൻ്റെ പിറന്നാൾ. 9 വർഷത്തിന് ശേഷം പിറന്നാളിനൊപ്പം കൂടാൻ മമ്മിയും ഡാഡിയും ദുബായിൽ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വരികയാണ്. എനിക്ക് തോന്നുന്നില്ല നിന്റെ ഡാഡിയും മമ്മിയൊക്കെ ഇന്ന് എത്തിച്ചേരൂന്ന്. വൈകിട്ട് 5 മണിക്ക് എത്തുന്നല്ലേ വിളിച്ചു പറഞ്ഞത്. വരും ചെറിയച്ച. ഉച്ചയ്ക്ക് എന്നെ ഫോണിൽ വിളിച്ചപ്പോ പ്രോമിസ് ചെയ്തതാ. അത് ശരി, പ്രോമിസ് ചെയ്ത സ്ഥിതിക്ക് ഇന്ന് ഇനി എന്തായാലും വരില്ല. എടീ, നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ഒന്നിച്ചിരുന്ന് കേക്ക് മുറിക്കാൻ ഭക്ഷണം കഴിക്കാന്നുള്ളതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ചെറിയച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? വാ എനിക്ക്. ഇല്ല, ചെറിയച്ഛനും ചെറിയമ്മയും വേണമെങ്കിൽ പോയി ഭക്ഷണം കഴിച്ചോളൂ. മമ്മിയും ഡാഡിയും വന്നിട്ട് കേക്ക് മുറിക്കണം. അത് കഴിഞ്ഞിട്ടേ ആഹാരം കഴിക്കുന്നുള്ളൂ. എന്റെ മോളെ, എനിക്ക് വിശക്കുന്നുണ്ട്. നീ എനിക്ക് വിളമ്പിത്താ. നീ അവര് വന്നിട്ട് കഴിച്ചാൽ മതി. ഓക്കെ, ബാ. ഇങ്ങോട്ട് കേട്ടി. അല്ലേ, ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ ആയിരുന്നു? വേലേതാ, ഇങ്ങോട്ട് വന്നേ. ആ പെട്ടിയൊക്കെ എടുത്ത് വെച്ചേ. ഇന്നലെ കുറച്ച് തിരക്കായി. മോളെവിടെ? ആ കൊള്ളാം. ബർത്ത്ഡേക്ക് നിങ്ങൾ വരാത്തോണ്ടേ പിണങ്ങിതേ അവിടെ തന്നെ കിടക്കുക. ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. കമോൺ കമോൺ. മോളെ മോളെ മോളെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മോളെ, ദേ ഇന്നലെ ചെറിയൊരു തിരക്ക്. ആ, ദുബായിൽ ഡാഡി പുതിയ ഹോസ്പിറ്റലിന് നിന്റെ പേരായിട്ടിരിക്കുന്നേ അല്ലേ? എങ്ങനെ? പ്രഭ മെമ്മോറിയൽ ഹോസ്പിറ്റലിനോ? അയ്യോ, ഇങ്ങനെയാണോ പ്രഭേ തമാശ പറയുന്നത്? നിന്റെ ഡാഡി മമ്മി അല്ലേ? ആണോ? വളരെ സന്തോഷം കേട്ടോ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഗ്ലാഡ് ടു മീറ്റ് യു. അപ്പൊ നിന്റെ ചെറിയമ്മ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞതൊക്കെ ശരിയാണല്ലേ? എന്താ മോളെ, എന്താ നിനക്കൊരു വിഷമം? ഒന്നുമില്ല. നിങ്ങൾ എത്താൻ വൈകിന്റെ വിഷമത്തിലാ. ലത എവിടെ? ഉറങ്ങായിരിക്കും. നിങ്ങളെ കാത്തു കാത്തിരുന്ന് ഉറങ്ങിപ്പോയി പാവം. ഓഹോ, ടൈം ഈസ് ഓവർ. 10 മണിക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ബൈ മോളെ, ബൈ 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 ബൈ. കമോൺ. എന്നാ പാവം കുട്ടി. മോളെ, മമ്മി നോക്ക്, സമയം പോകുന്നതേ അറിയുന്നില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കാർട്ടൂൺ വായിച്ച് ഞാൻ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി. ഞാൻ വിചാരിച്ചു മോള് പിണങ്ങിയിരിക്കായിരിക്കുമെന്ന്. പിണങ്ങാൻ വേണ്ടി നമ്മളത്ര ഇണക്കത്തിലൊന്നും അല്ലല്ലോ. പിറന്നാൾ ദിവസം വന്നെത്താത്തതിൽ സങ്കടമുണ്ടോ മോൾക്ക്? ഏയ്, അതൊന്നും സാരമില്ല. മമ്മിയുടെയും ഡാഡിയുടെയും തിരക്കും കാര്യങ്ങളും ഒക്കെ ഞാനും മനസ്സിലാക്കേണ്ടതാണല്ലോ. ദേ, നീ ഇതൊക്കെയാണോ വായിക്കുന്നത്? അതെ, രാജുവിനും രാധയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. മോളെ, ഉം
നീ മുതിർന്ന കുട്ടിയാണ്, LKG സ്റ്റുഡന്റ് അല്ല. ഞങ്ങളിപ്പോ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ കൂടെ ദുബായിലേക്ക് കൊണ്ടുപോവാനാ. ഇല്ല, ഞാൻ വരുന്നില്ല. ഇത് ഡാഡിയുടെ തീരുമാനമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദുബായിലോട്ട് ഞാനില്ല. ഇവിടെ ഇളയച്ചനുണ്ട്, ഇളയമ്മയുണ്ട്. പിന്നെ എന്റെ കാര്യം നോക്കാൻ എത്ര പേരിവിടെ ഉണ്ട്. ഞാനെങ്ങും വരുന്നില്ല. ചെറിയച്ഛനെയും ചെറിയമ്മയും കൂടി ദുബായിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. കൊണ്ടുപോയിക്കോ, പക്ഷേ ഞാൻ വരുന്നില്ല, അത്ര തന്നെ. ഞങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന് അവളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ രണ്ടാളും ഞങ്ങളെ കൊണ്ട് ആവുന്ന വിധത്തിൽ പറഞ്ഞു നോക്കി. ഞങ്ങളും കൂടി ഗൾഫിലേക്ക് വരുന്നു കേട്ടപ്പോ ഒരു ചെറിയ മനമാറ്റമൊക്കെ ഉണ്ട്. അതെ, എന്തോ എനിക്ക് തോന്നുന്നില്ല അവൾ കൂടെ വരുമെന്ന്. അവളെ ഇനി എന്ത് വന്നാലും നാട്ടിൽ നിർത്തുന്ന പ്രശ്നമില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചേട്ടാ ഇരിക്കേ. ദേ സുധാകരൻ വരുന്നുണ്ട്. അല്ലെങ്കിലും അവൾക്ക് ചെറിയ ടിപ്പിനുമായിട്ടാണല്ലോ കൂടുതൽ അടുപ്പം. പുള്ളി സംസാരിച്ച് അവളുടെ മനസ്സൊന്ന് മാറ്റിക്കോളും. മാറണം. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ സ്വഭാവം പോലും ഒന്നും അല്ല അവൾക്ക്. സുധാകര, എന്താ മറ്റന്നാൾ ദുബായിക്ക് പോകാനുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും അവൾ വരാൻ തയ്യാറല്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എവിടെ അവൾ? മുറിയിലുണ്ട്. നീ അവളെ ശരിക്കും നോക്കിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നു. ദൈവമേ, പറയുന്ന കേട്ടോ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? മോളെ, നിന്നെക്കുറിച്ച് നിന്റെ മമ്മിയും ഡാഡിയും ഇളയച്ചനോട് ഒരുപാട് പരാതി പറഞ്ഞു. പരാതി പറയാനാണല്ലോ 8-9 വർഷത്തിന് ശേഷം മിന്നല് പോലെ എന്റെ മമ്മിയും ഡാഡി ഇങ്ങോട്ട് വന്നത്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മോളെ മമ്മിയും ഡാഡി ഓരോന്ന് പറയുന്നത്? എന്ത് നന്മ? ഇളയച്ചനറിയാലോ, 19 വർഷത്തിനിടയ്ക്ക് വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം സ്വന്തം മകളോടൊത്ത് ചെലവഴിച്ചു പോയ എന്റെ മമ്മിയും ഡാഡിയെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ എന്തോ എനിക്കിപ്പോ കഴിയുന്നില്ല. നിന്റെ കാര്യത്തിൽ ഇവിടെ എന്തിനെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? നല്ല ഭക്ഷണം, നല്ല വിദ്യാഭ്യാസം, ചെലവഴിക്കാൻ ഇഷ്ടം പോലെ പണം, സഞ്ചരിക്കാൻ വാഹനം. ശരിയാണ്, ഇളയച്ചൻ പറഞ്ഞതൊക്കെ എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. ഒരച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യവും സ്നേഹവും ഒഴികെ. കാണുന്നവർക്കെല്ലാം ഡോക്ടർ രാജശേഖരനും സത്യഭാമയും ഒക്കെ ആരാ? മാതൃകാ ദമ്പതികൾ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ. പ്രഭേ, ഇതൊക്കെ മോളുടെ വെറും തോന്നലുകളാ. ഇത്തവണ അവധി തീർന്നു പോകുമ്പോ നിന്നെയും കൂടി കൊണ്ടുപോകാനാ ചേട്ടന്റെ തീരുമാനം. ഇല്ല, ഞാൻ വരുന്നില്ലാന്ന് ഇളയച്ചൻ ഡാഡിയോട് പോയി പറഞ്ഞേക്ക്. മോളെ, നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ദൗത്യമാ അവരെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പറ്റില്ല ഇളയച്ച. ഇളയച്ചൻ എന്റെ പ്രിയപ്പെട്ട മമ്മിയോടും ഡാഡിയോടും പോയി പറഞ്ഞേക്ക് പ്രഭ മോള് വരുന്നില്ലാന്ന്. മോളെ, സോറി ഇളയച്ച, ഇളയച്ചന്റെ ദൗത്യം പരാജയപ്പെട്ടതിൽ എനിക്ക് നല്ലോണം വിഷമമുണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പുറത്തെ മുറിയിലിരിക്കുന്ന എന്റെ കുഞ്ഞമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ സുഖം തന്നെയല്ലേ? അല്ല, നമ്മുടെ കുറുപ്പോവൻ എന്ത് പറയുന്നു? തളിപ്പറമ്പില് ശരിക്കും മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഒരു ദൗത്യവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോഴത്തെ കാലവാ, കടുപ്പിച്ച് നമ്മൾ എന്തേലും പറഞ്ഞിട്ട് വല്ല കടുകയും ചെയ്താലോ? ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ദുബായിലോട്ടൊക്കെ പോവാന്നേ, അല്ലേ? അവിടെ ചെല്ലുമ്പോ അവളുടെ ഈ മൂശയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. അത് തന്നെ. കൊറേ ദിവസമായല്ലോ ഈ സിമ്പോസിയോ സെമിനാറും ഒക്കെ തുടങ്ങിയിട്ട്. എന്നെ ഇവിടുന്ന് ദുബായിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അത് നടക്കത്തില്ല. 10 വർഷം കൂടുമ്പം അവധി എടുത്ത് നാട്ടിൽ വന്ന് മകളെ കണ്ടിട്ട് പോവല്ലോ ഡാഡിക്കും മമ്മിക്കും. മോളെ, ദേ നോക്ക്, ദുബായിൽ തന്നെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുമായി നിന്റെ വിവാഹം ഉറപ്പിച്ചിട്ടാ ഡാഡി മമ്മി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അയ്യടാ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, അപ്പൊ ആ വിവരം മോളോട് ഇതുവരെ ആരും പറഞ്ഞില്ലേ? നല്ല കഥ. മോളിക്ക് വന്നേ. നിനക്ക് പറ്റിയ ചെറുക്കനാ. അച്ഛനും അമ്മയ്ക്കൊപ്പം ദുബായില് താമസം, നല്ല ജോലി, ശമ്പളത്തിന്റെ കാര്യം പറയണല്ലോ. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ദുബായിലോട്ട് അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്യാം. അതുപോലായിട്ട് ചെറുക്കന്റെ അച്ഛൻ നിന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താ, അല്ലേ ഏട്ടാ? ആണോ? എന്നായിരിക്കും എന്റെ കല്യാണം? നമ്മൾ തീരുമാനിക്കുന്നത് പോലെ നാളെ എങ്കിൽ നാളെ.
നാളെ ആയാലും മറ്റന്നാളായാലും ഒരു ഇൻവിറ്റേഷൻ കാർഡ് എനിക്കൂടെ അയച്ചു തരാൻ ആത്മമിത്രത്തോട് ഡാഡി ഒന്ന് പറഞ്ഞു നോക്കണം. ദേ നീ വലിയ മിടിക്കൊന്നും ആവണ്ട. ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. പോകുന്നെങ്കിൽ അത് നിന്നെ കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും. വെറുതെ വാശി പിടിച്ച് ബി.പി കൂട്ടല്ലേ മമ്മി. മറ്റന്നാള് ഇവിടുന്ന് പോകുന്നത് വരെ അവളെ പുറത്തേക്ക് വിടരുത്. അത് ഞാൻ ഏറ്റതേ